പാകിസ്ഥാന്റെ ആദ്യത്തെ പ്രധാനമന്ത്രി ലിയാഖത്ത് അലി ഖാൻ പാകിസ്ഥാന്റെ ആദ്യത്തെ ഗവർണർ ജനറൽ മുഹമ്മദ് അലി ജിന്ന പാകിസ്ഥാൻ എന്ന ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചത് മുഹമ്മദ് ഇക്ബാൽ പാകിസ്ഥാന്റെ പ്രവാചകൻ മുഹമ്മദ് ഇക്ബാൽ പാകിസ്ഥാന്റെ ദേശീയ കവി മുഹമ്മദ് ഇക്ബാൽ പാകിസ്ഥാന്റെ തത്വചിന്തകൻ സർ സെയ്ദ് അഹമ്മദ് ഖാൻ എന്നറിയപ്പെടുന്നത് സർ സെയ്ദ് അഹമ്മദ് ഖാൻ. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖയായ റാഡ്ക്ലിഫ് ലൈൻ നിലവിൽ വന്നത് 1947 ഓഗസ്റ്റ് 17. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖയാണ് റാഡ്ക്ലിഫ് ലൈൻ. അത് നിലവിൽ വന്നത് 1947 ഓഗസ്റ്റ് 17. ഹിന്ദുസ്ഥാൻ എന്ന വധുവിന്റെ സുന്ദരമായ രണ്ട് കണ്ണുകളാണ് ഹിന്ദുക്കളും മുസ്ലിങ്ങളും എന്ന് പറഞ്ഞത് സർ സെയ്ദ് അഹമ്മദ് ഖാൻ. ഹിന്ദുസ്ഥാൻ എന്ന വധുവിന്റെ സുന്ദരമായ രണ്ട് കണ്ണുകളാണ് ഹിന്ദുക്കളും മുസ്ലിങ്ങളും എന്ന് പറഞ്ഞത് സർ സെയ്ദ് അഹമ്മദ് ഖാൻ. ഇന്ത്യ വിഭജനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ് എന്ന കൃതി രചിച്ചത് ലാറി കോളിൻസ്, ഡൊമിനിക് ലാപ്പിയർ. ഇന്ത്യ വിഭജനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ് എന്ന കൃതി രചിച്ചത് ലാറി കോളിൻസ്, ഡൊമിനിക് ലാപ്പിയർ. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ എത്തിയത് 1946 മാർച്ച് 23. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ എത്തിയത് 1946 മാർച്ച് 23. ക്യാബിനറ്റ് മിഷന്റെ തലവനാണ് പെത്വിക് ലോറൻസ് ആണ് ക്യാബിനറ്റ് മിഷന്റെ തലവൻ. അതിനകത്തെ മറ്റ് അംഗങ്ങളാണ് സ്റ്റഫോർഡ് ക്രിപ്സും AV അലക്സാണ്ടർ. അപ്പൊ ക്യാബിനറ്റ് മിഷനിൽ പെത്വിക് ലോറൻസ് തലവൻ, പിന്നെ വന്നിട്ട് രണ്ട് അംഗങ്ങളാണുള്ളത്, സ്റ്റഫോർഡ് ക്രിപ്സും AV അലക്സാണ്ടർ. ക്യാബിനറ്റ് മിഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത് 1946 മെയ് 16. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ എത്തിയത് 1946 മാർച്ച് 23-നും റിപ്പോർട്ട് സമർപ്പിച്ചത് 1946 മെയ് 16. ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം നെഹ്റുവിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല മന്ത്രിസഭ രൂപീകരിച്ചത് 1946 സെപ്റ്റംബർ 2. ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം നെഹ്റുവിന്റെ നേതൃത്വത്തിൽ ഇടക്കാല മന്ത്രിസഭ രൂപീകരിച്ചത് 1946 സെപ്റ്റംബർ 2.